അതായത് രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും രക്ഷപ്പെട്ടത് നേരത്തെ ഒരു ചുവന്ന പോളോ കാറിലായിരുന്നു എന്നുള്ള വിവരമായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് ചുവന്ന കാറിലല്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. പാലക്കാട് നിന്ന് തന്നെ രാഹുൽ ചുവന്ന കാറ് മാറിക്കേറി ചുവന്ന കാറിൽ സഞ്ചരിച്ചത് 2 കിലോമീറ്റർ മാത്രമാണ്. കാറിന്റെ ഉടമയെന്ന് കരുതുന്ന നടിയെ ഉടൻ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങൾ ശാന്തകുമാർ വെള്ളാലത്ത് പറഞ്ഞു തരും. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പുതിയ കണ്ടെത്തൽ? സിധു തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചുവന്ന കാറിലാണ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ പൊള്ളാച്ചി ഭാഗത്തേക്ക് പോയത് എന്നായിരുന്നു അന്വേഷണ സംഘവും ആദ്യം കണ്ടത്. പക്ഷെ പിന്നീട് വിശദമായ പരിശോധനയിലാണ് അത് ആ ചുവന്ന കാറിലല്ല, ഒരു സിനിമാ നടിയുടെ കാറിലല്ല. തുടർന്ന് മറ്റൊരു കാറിൽ ടൗണിൽ നിന്ന് തന്നെ മാറിക്കയറി ഒരു 2 കിലോമീറ്റർ മാത്രമാണ് ഈ ചുവന്ന കാറിൽ സഞ്ചരിച്ചിട്ടുള്ളൂ. അതിനുശേഷം പോയിട്ടുള്ളത് മറ്റൊരു കാറിലാണ്. ആ കാർ ഏതാണെന്നുള്ളതും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടുണ്ട്. അന്ന് രാത്രി തങ്ങിയിട്ടുള്ളത് പൊള്ളാച്ചിയിലാണ്. പൊള്ളാച്ചി വരെ ഈ പുതിയ ഒരു ാണ് പോയിട്ടുള്ളത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതൊക്കെ വിധത്തിലുള്ള അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കുന്നതിനോ ഇല്ലെങ്കിൽ തെളിവുകൾ ഇല്ലാതാക്കുന്നതിനോ ഉള്ള ശ്രമങ്ങൾ എല്ലാം ആദ്യഘട്ടത്തിൽ തന്നെ തുടർന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഏറെ വിവാദമായത് ഈ ചുവന്ന കാറ് ഒരു സിനിമാ നടിയുടേതാണ് എന്നുള്ളതായിരുന്നു. ഈ സിനിമാ നടിയെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം അയാൾ ചോദ്യം ചെയ്തതിനു ശേഷം ലഭിക്കുന്ന വിവരങ്ങൾക്ക് അടിസ്ഥാനത്തിൽ മാത്രം ഈ സിനിമാ നടിയെ ചോദ്യം ചെയ്താൽ മതി എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘവും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നേക്ക് 7 ദിവസം പിന്നിടുന്നു ഈ പാലക്കാട് നിന്നും മാറിയിട്ട്. ഇതിനിടയിൽ നിരവധി ഇടങ്ങളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി. ഒപ്പം തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഫോൺ നമ്പറുകൾ, മൊബൈൽ ഫോണുകൾ, വ്യത്യസ്ത കാറുകൾ, വ്യത്യസ്ത സ്ഥലങ്ങൾ, വ്യത്യസ്ത സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുകയാണ്. എന്തായാലും അന്വേഷണ സംഘം ഇതിന് പുറകിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ ശാന്തകുമാർ, അപ്പോൾ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം തന്നെ തൊട്ടില്ല എന്ന നിലയിലായിരുന്നു. ഇപ്പോൾ പിടിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ ഇനിയും പിടിച്ചിട്ടില്ല. നമുക്കിനി നോക്കാം. ഈ ജാമ്യാപേക്ഷയ്ക്ക് ഇന്ന് 11 മണിക്ക് പരിഗണനയ്ക്ക് വരുന്നുണ്ട്. അതിനുശേഷം എന്താവും? MLA ഒളിച്ച മാളത്തിൽ നിന്ന് MLA സ്വയം പൊങ്ങുമോ അതോ ഈ അന്വേഷണ സംഘം അയാളെ പൊക്കുമോ എന്ന് നമുക്ക്